ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേൺ ബയോ വിത്ത് വി പി. നമ്മൾ ഇന്നലെ സെറ്റിൻ്റെ ജനറൽ പേപ്പറിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആദ്യത്തെ 40 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 41 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മൾ ജൂലൈ 2024 സെഷനിലെ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് പാർട്ട് 1 ഒന്ന് കണ്ടിട്ട് വരിക. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 41 തൊട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. 41 ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് അപ്പുറത്തെ പേജിലായിരുന്നു, അതാണ് ഞാൻ കുറച്ചും ഇങ്ങോട്ട് മാറ്റി എഴുതിയിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ് ആണ്: ജനറ്റിക് എപ്പിസ്റ്റമോളജി, പെഡഗോഗി ഓഫ് ദ ഒപ്രസ്ഡ്, ഐഡൻറ്റിറ്റി ആൻഡ് ലൈഫ് സൈക്കിൾ, മൈൻഡ് ഇൻ സൊസൈറ്റി. മാച്ച് ചെയ്യാൻ പറ്റുന്നത് നമുക്കിവിടെയും എലിമിനേഷൻ ടെക്നിക്ക് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. പെഡഗോഗി ഓഫ് ദ ഒപ്രസ്ഡ് അല്ലെങ്കിൽ എഴുതിയത് ആരാണ് എന്ന് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പെഡഗോഗി ഓഫ് ദ ഒപ്രസ്ഡ് എഴുതിയത് പോൾ ഫ്രേറിയാണ്. നമ്മൾ സ്ഥിരം B.Ed ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. പോൾ ഫ്രേറിയാണ് പെഡഗോഗി ഓഫ് ദ ഒപ്രസ്ഡ് എഴുതി. അപ്പോൾ B4 ഉള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ B4 ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്. എയും കൂടെ നോക്കാം. ജനറ്റിക് എപ്പിസ്റ്റമോളജി വാസ് ബൈ പിയാഷെ ആയിരുന്നു. അപ്പോൾ ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് 41C ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് the collective term for all therapeutic treatments based on psychoanalytic principle that use psychological rather than physical or physiological means. അതായത് നമ്മൾ കളക്റ്റീവ് ടേം എന്താണ് എന്നതിന് ചോദിച്ചിരിക്കുന്നത്. കളക്റ്റീവ് ടേം ഫോർ ഓൾ തെറാപ്യൂട്ടിക് ട്രീറ്റ്മെൻറ്റ്സ്, എല്ലാ തെറാപ്യൂട്ടിക് ട്രീറ്റ്മെൻറ്റ്സും സൈക്കോ അനലറ്റിക് പ്രിൻസിപ്പളിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ തെറാപ്യൂട്ടിക് ട്രീറ്റ്മെൻറ്റ്സിനെയും കൂടെ കളക്റ്റീവായിട്ട് പറയുന്ന പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ വന്നിട്ട് സൈക്കോ തെറാപ്പി എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇറ്റ് ഇസ് കോൾഡ് സൈക്കോ തെറാപ്പി. ആൻഡ് ദ 43rd ക്വസ്റ്റ്യൻ ഇസ് ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് എ സ്ലോ ലേണർ. സ്ലോ ലേണറിനെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് about a slow learner. His or her thinking skills develop at a notably slower rate than peers. സെക്കൻഡ് വന്നിട്ട് ഡിലേ ഇൻ അച്ചീവിങ് ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ്. ഫോർത്ത് വൺ നോർമൽ ഇന്റലക്ച്വൽ ഗ്രോത്ത് വൈൽ കമ്പയറിംഗ് വിത്ത് പിയേഴ്സ്. ഓൾവേസ് പുവർ ഫിസിക്കൽ ഗ്രോത്ത് വൈൽ കമ്പയറിംഗ് വിത്ത് പിയേഴ്സ്. ഇതിലൊക്കെ ഏതൊക്കെ പോയിന്റ്സ് ആണ് സ്ലോ ലേണറിനെ സംബന്ധിച്ച് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ലോ ലേണറിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ തിങ്കിങ് സ്കില്ല് ലോവർ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. തിങ്കിങ് സ്കില്ല് ലോവർ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1 and 2. നമുക്ക് പറയാൻ പറ്റുന്നത് ഇന്റലക്ച്വൽ ഗ്രോത്ത് കറക്റ്റ് അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. 3 തെറ്റാണ്, 4ഉം തെറ്റാണ്. ഫിസിക്കൽ ഗ്രോത്ത് ഒക്കെ കറക്റ്റ് തന്നെ ആയിരിക്കും. ഫിസിക്കൽ ഗ്രോത്ത് പുവർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ മിസ്റ്റേക്ക് വന്നത് തിങ്കിങ് സ്കില്ലും ഫിസിക്കലും കൂടെയാണ്, അതാണ് മാറിപ്പോയത്. കറക്റ്റ് ഓപ്ഷൻ എ ആണ്, 1 and 2 ഓൺലി ആണ്. സ്ലോ ലേണറിനെ സംബന്ധിച്ച് തിങ്കിങ് സ്കിൽസ് നോട്ടബിളി സ്ലോ റേറ്റിലായിരിക്കും. അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യാനും സ്ലോവർ ആയിരിക്കും. അതുകൊണ്ടാണ് ആ കുട്ടിയെ സ്ലോ ലേണർ എന്ന് വിളിക്കുന്നത്. വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ഒരു 5-6 ക്വസ്റ്റ്യൻ നമ്മൾ മാച്ച് ദ ഫോളോയിങ് ചെയ്തിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ്ങിൽ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരെണ്ണം അറിയത്തില്ലെങ്കിൽ കൂടിയത് ഇപ്പോൾ ഇതിനകത്ത് ഒരെണ്ണം തെറ്റിയാൽ തന്നെ മാർക്ക് കംപ്ലീറ്റ് അങ്ങ് പോകും. നമ്മൾ 4 എണ്ണം പഠിച്ച് 4 എണ്ണവും കറക്റ്റായിട്ട് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് മാച്ച് ദ ഫോളോയിങ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഫസ്റ്റ് വൺ വരുന്നത് ഇൻറ്ററാക്ഷൻ അനാലിസിസ്, പ്രോഗ്രാംഡ് ലേണിംഗ്, ടീച്ചിങ് മെഷീൻസ്, കോൺ ഓഫ് എക്സ്പീരിയൻസ്. ഇപ്പുറത്തെ സൈഡിൽ ഇതിൻ്റെയൊക്കെ ഫൗണ്ടേഴ്സിനെയാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊപ്പോണൻസിൻ്റെ പേരാണ് തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇൻറ്ററാക്ഷൻ അനാലിസിസ് നോക്കാം. ഇൻറ്ററാക്ഷൻ അനാലിസിസ് വാസ് പുട്ട് ഫോർത്ത് ബൈ ഫ്ലാൻഡേഴ്സ്. ഇൻറ്ററാക്ഷൻ അനാലിസിസ് ഫ്ലാൻഡേഴ്സ്. പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന് പറയുന്നത് പ്രോഗ്രാംഡ് ലേണിംഗ് സ്കിന്നറാണ് കൊണ്ടുവന്നത്. പ്രോഗ്രാംഡ് ലേണിംഗ്. ടീച്ചിങ് മെഷീൻസ് എന്ന് പറയുന്നത് ടീച്ചിങ് മെഷീൻസ് കൊണ്ടുവന്നത് സിഡ്നി എൽ പ്രസി ആണ്. ടീച്ചിങ് മെഷീൻസ് സിഡ്നി എൽ പ്രസി. കോൺ ഓഫ് എക്സ്പീരിയൻസ് എഡ്ഗർ ഡെയിലാണ്. അങ്ങനെ വരുന്ന ഒരു ഓപ്ഷനാണ് നമുക്കുള്ളത്. 44ാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ 45ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു ഡിഫൈൻഡ് കരിക്കുലം ഇസ് എ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ആർട്ടിസ്റ്റ് ടു മോൾഡ് ഹിസ് ഓർ ഹർ മെറ്റീരിയൽസ് അക്കോർഡിംഗ് ടു ഹിസ് ഓർ ഹർ ഐഡിയൽസ് ഇൻ ദ സ്റ്റുഡിയോ. ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് കോട്ട് ചെയ്തിട്ട് അത് ആരാണ് പറഞ്ഞതെന്ന് ഇപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2-3 ക്വസ്റ്റ്യൻ ആയി. Curriculum is a tool in the hands of the artist to mold his or her materials according to his or her ideas in the studio എന്ന് പറഞ്ഞത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ കണ്ണിങ്ങാം ആണ് ഇങ്ങനെ പറഞ്ഞത്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ 46th ക്വസ്റ്റ്യൻ.
ടെസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ടെസ്റ്റ് ഡിസൈൻഡ് ടു മെഷർ റിലേറ്റീവ് അക്കംപ്ലിഷ്മെന്റ് ഇൻ എ സ്പെസിഫിക് ഏരിയ ഓഫ് അക്കാഡമിക്സ്. അക്കാഡമിക്സിന്റെ ഒരു സ്പെസിഫിക് ഏരിയയിൽ കുട്ടി എത്രത്തോളം അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നറിയാനായിട്ട് നടത്തുന്ന ടെസ്റ്റിനെ എന്ത് വിളിക്കും? അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇന്റലിജൻസ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ആൻസർ അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ്. അടുത്തത് 47th ക്വസ്റ്റ്യൻ. If an exceptional child is enrolled in the regular classroom and goes to special room for specialized instruction, that room is called dash room. അതായത് ഒരു റെഗുലർ ക്ലാസ് റൂമിൽ നമ്മൾ ഒരു എക്സെപ്ഷണൽ ചൈൽഡിനെ എൻറോൾ ചെയ്താൽ, ചൈൽഡിനെ നമ്മൾ എൻറോൾ ചെയ്തിട്ട് ആ കുട്ടിയുടെ സ്പെഷ്യൽ നീഡ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസിന് വേണ്ടി ഒരു സ്പെഷ്യൽ റൂമിലേക്ക് മാറിയാൽ ആ റൂമിനെ നമ്മൾ എന്തെന്ന് വിളിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ആ റൂമിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? തെറാപ്പി റൂമാണോ, എൻറിച്ച്മെന്റ് റൂമാണോ, റിസോഴ്സ് റൂമാണോ, എൻഹാൻസ്മെന്റ് റൂമാണോ? ആൻസർ റിസോഴ്സ് റൂമാണ്. ആൻഡ് ദാറ്റ് റൂം ഇസ് കോൾഡ് റിസോഴ്സ് റൂം. 48th ക്വസ്റ്റ്യൻ വീണ്ടും ഒരു അബ്രിവേഷൻ ആണ്. ദ നാഷണൽ ഓർഗനൈസേഷൻ ഫോർ പ്രൊപ്പഗേറ്റിംഗ് കൾച്ചർ എമംഗ് കോളേജ് ആൻഡ് സ്കൂൾ സ്റ്റുഡൻസ്. കോളേജ് സ്കൂൾ സ്റ്റുഡൻസിന്റെ ഇടയ്ക്ക് കൾച്ചറിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നാഷണൽ ഓർഗനൈസേഷൻ ഏതാണ്? NIEPA ആണോ, ICSE ആണോ, CCRT ആണോ, AICTE ആണോ? ആൻസർ CCRT ആണ്. CCRT is the national organization for propagating culture among college and school students. 49th question. Raju is a teacher. His headmaster asked him to make an e-content on the topic democracy. രാജു ഒരു ടീച്ചറാണ്. ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്തു? കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് രാജുവിനോട് ആവശ്യപ്പെട്ടു. ടോപ്പിക് കൊടുത്തു. ടോപ്പിക് ഡെമോക്രസി ആണ്. രാജു ഫോളോഡ് സം സ്റ്റെപ്സ് ബേസ്ഡ് ഓൺ ആഡി മോഡൽ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആഡി മോഡൽ. ആഡി മോഡലിനെ ബേസ് ചെയ്തിട്ട് രാജു കുറച്ച് സ്റ്റെപ്സ് ചെയ്തു. സെലക്ട് ദ കറക്റ്റ് സ്റ്റെപ്പ് ബേസ്ഡ് ഓൺ ദിസ് മോഡൽ. ഈ മോഡലിനെ ബേസ് ചെയ്തിട്ട് കറക്റ്റ് സ്റ്റെപ്പ് ഏതാണെന്ന് സെലക്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ആഡി മോഡലിന്റെ ഫുൾ ഫോം അറിയാവുന്നവർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ആഡി എന്ന് പറയുമ്പോൾ ADDIE. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് എല്ലാം ആ ഒരു മോഡലിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. അനലൈസ്, ഡിസൈൻ, ഡെവലപ്പ്, ഇംപ്ലിമെന്റ്, ഇവാലുവേറ്റ്. ആഡി മോഡലിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക. അനലൈസ്, ഡിസൈൻ, ഡെവലപ്പ്, ഇംപ്ലിമെന്റ് ആൻഡ് ഇവാലുവേറ്റ്. അടുത്ത 50 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അൺഇൻറ്റൻഡഡ് ഓർ ഹിഡൻ കോൺസിക്വൻസസ് ഓഫ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് നോൺ ആസ്. ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അൺഇൻറ്റൻഡഡ് അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള കോൺസിക്വൻസ് എന്താണ്? ലേറ്റന്റ് ഫംഗ്ഷൻ, ഡിസ്ഫംഗ്ഷൻ, മാനിഫെസ്റ്റ് ഫംഗ്ഷൻ, മിസ് ഫംഗ്ഷൻ. ആൻസർ വന്നിട്ട് ലേറ്റന്റ് ഫംഗ്ഷൻ ആണ്. വീണ്ടും ഒരു ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പാൻഷൻ ഓഫ് NPTEL. എക്സ്പാൻഷൻ ഓഫ് NPTEL. NPTEL എന്ന് പറഞ്ഞാൽ നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. NPTEL എന്ന് പറഞ്ഞാൽ നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്. അടുത്തത് 52nd ക്വസ്റ്റ്യൻ. എ കോംപ്രിഹെൻസീവ് ഇനിഷ്യേറ്റീവ് ദാറ്റ് യൂണിഫൈസ് ഡിജിറ്റൽ, ഓൺലൈൻ ഓർ ഓൺ എയർ എഡ്യൂക്കേഷൻ ടു എനേബിൾ മൾട്ടി മോഡ് ആക്സസ് ടു എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ഒരു കോംപ്രിഹെൻസീവ് ഇനിഷ്യേറ്റീവ് ആണ്. അവിടെ ഡിജിറ്റൽ, ഓൺലൈൻ, ഓൺ എയർ എഡ്യൂക്കേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഒരു മൾട്ടി മോഡ് ആക്സസ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദീക്ഷയാണോ, നിഷിതയാണോ, സ്വയം ആണോ, അതെ PM-E വിദ്യയാണോ? ആൻസർ PM-E വിദ്യയാണ്. PM-E വിദ്യ ഇസ് എ കോംപ്രിഹെൻസീവ് ഇനിഷ്യേറ്റീവ് ദാറ്റ് യൂണിഫൈസ് ഡിജിറ്റൽ, ഓൺലൈൻ, ഓൺ എയർ എഡ്യൂക്കേഷൻ ടു എനേബിൾ മൾട്ടി മോഡ് ആക്സസ് ടു എഡ്യൂക്കേഷൻ. വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മാച്ച് ദ ഫോളോയിങ്ങിൽ ഫസ്റ്റ് വൺ ഇൻറ്ററാക്റ്റീവ് എഡ്യൂക്കേഷൻ, ക്ലൗഡ് സ്റ്റോറേജ്. ഇതിൻ്റെയൊക്കെ ഓരോ ആപ്പുകളാണ് ഇപ്പുറത്ത് തന്നിരിക്കുന്നത്. പോസിബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. കോണ്ടന്റ് പോർട്ടൽ, ഫോഴ്സ്. ഇതിൽ ഇൻറ്ററാക്റ്റീവ് എഡ്യൂക്കേഷനുമായിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഏതിനായിരിക്കും മാച്ച് ചെയ്യാൻ പറ്റുക? ഇൻറ്ററാക്റ്റീവ് എഡ്യൂക്കേഷൻ ആണ്. ഗൂഗിൾ ക്ലാസ് റൂം വരുന്നത് ഇൻറ്ററാക്റ്റീവ് എഡ്യൂക്കേഷനുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ A4 വരുന്ന 2 ഓപ്ഷനാണുള്ളത്, എയും സിയും. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. അടുത്ത വരുന്നത് ക്ലൗഡ് സ്റ്റോറേജ് ആണ്. ക്ലൗഡ് സ്റ്റോറേജ് നമ്മൾ ഫോട്ടോസൊക്കെ ക്ലൗഡിൽ സ്റ്റോർ ചെയ്യുന്നത് ഏത് വഴിയാണ്? നമ്മൾ ഗൂഗിൾ ഡ്രൈവ് വഴിയാണ് ക്ലൗഡ് സ്റ്റോർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ കറക്റ്റ് വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഇൻറ്ററാക്റ്റീവ് എഡ്യൂക്കേഷൻ, ഗൂഗിൾ ക്ലാസ് റൂം, ക്ലൗഡ് സ്റ്റോറേജ് വന്നിട്ട് ഗൂഗിൾ ഡ്രൈവ്, കോണ്ടന്റ് പോർട്ടൽ നെറ്റ്സ്കേപ്പ് ആണ്, ആൻഡ് ഫോഴ്സ് വന്നിട്ട് ലിനക്സ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തതും ഒരു ആർട്ടിക്കിൾ ബേസ്ഡ് ആയിട്ടുള്ള, കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
ക്വസ്റ്റ്യൻ വന്നിട്ട് no citizen shall be denied admission to any educational institution maintained by the state or receiving aid out of state funds on grounds only of religion, race, caste, language or any of them. The article of Indian Constitution where this provision is ensured, അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ നമുക്ക് എല്ലാവർക്കും കിട്ടണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ അല്ല, കറക്റ്റ്, ആർക്കും എഡ്യൂക്കേഷൻ ഡിനേ ചെയ്യാൻ പാടില്ല. നമ്മുടെ സ്റ്റേറ്റ് റൺ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എഡ്യൂക്കേഷൻ ഡിനേ ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 29 ആണ്. ആർട്ടിക്കിൾ 29. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഡിപ്പാർട്ട്മെന്റ് അണ്ടർ വിച്ച് CMAT CMAT ഈസ് ഫംഗ്ഷനിങ്. CMAT ഫംഗ്ഷൻ ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്? CMAT ഫംഗ്ഷൻ ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്? SCRT ആണോ, NCRT ആണോ, ജനറൽ എഡ്യൂക്കേഷൻ ആണോ, ഹയർ എഡ്യൂക്കേഷൻ ആണോ? CMAT is functioning under ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. CMAT ഫംഗ്ഷൻ ചെയ്യുന്നത് എവിടെയാണ്? ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് CMAT ഫംഗ്ഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സ്ട്രിക്ട്ലി നോട്ട് ബേസ്ഡ് ഓൺ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച്? ഇതുപോലുള്ള ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഈ നോട്ടൊക്കെ നമ്മൾ എക്സാം ഹാളിലെ ടെൻഷനിൽ നമ്മൾ ഈ നോട്ടൊന്നും കാണാതെ വരും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചുമായിട്ട് ബേസ് ഇല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗൈഡഡ് ലേണിംഗ്, റിഫ്ലക്റ്റീവ് ലേണിംഗ്, കോപ്പറേറ്റീവ് ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ്, ഏതാണ് വരിക? സോഷ്യൽ കൺസ്ട്രക്റ്റിവിറ്റി അപ്രോച്ചുമായിട്ട് ഇല്ലാത്തത് റിഫ്ലക്റ്റീവ് ലേണിംഗ് ആണ്. ബാക്കിയെല്ലാം സോഷ്യൽ കൺസ്ട്രക്റ്റിവിസമായിട്ട് ബന്ധമുള്ളതാണ്. റിഫ്ലക്റ്റീവ് ലേണിംഗ് അതുമായിട്ട് ബന്ധം ഇല്ല. 57th വന്നിട്ട് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ ഒരു സൈഡിൽ തന്നിരിക്കുന്നത് അനോവ, പ്ലാജിയാരിസം, ക്വാളിറ്റേറ്റീവ് റിസർച്ച്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, അപ്പുറത്ത് ഓർക്കുണ്ട്, എക്സ്പെരിമെന്റൽ ഡിസൈൻ, സ്റ്റാറ്റിസ്റ്റിക്സ്, ഗ്രൗണ്ടഡ് തിയറി. ഇവിടെ അനോവ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഏതുമായിട്ടാണ് മാച്ച് ചെയ്യാൻ പറ്റുക? അനോവ നമ്മൾ പഠിക്കുന്നത് എവിടെയാണ്? അനോവ നമ്മൾ പഠിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലാണ്. അപ്പോൾ A3 വരുന്ന 2 ഓപ്ഷനാണുള്ളത്, ബിയും ഡിയും. അതുപോലെ പ്ലാജിയാരിസം നമ്മൾ എക്സ്പെരിമെന്റൽ ഡിസൈനിലാണ് പ്ലാജിയാരിസം നമ്മൾ ചെക്ക് ചെയ്യുക. അല്ല, എക്സ്പെരിമെന്റൽ ഡിസൈനിലല്ല, സോറി, പ്ലാജിയാരിസം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഉർക്കുണ്ട് ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ പ്ലാജിയാരിസം ചെക്കറാണ്. ഉർക്കുണ്ട് എന്ന് പറയുന്നത് ഒരു പ്ലാജിയാരിസം ചെക്കിംഗ് ആപ്പാണ്. ഇപ്പോൾ ഇവിടെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി ആണ്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് നമ്മൾ ചെയ്യുന്നത് എവിടെയാണ്? ഗ്രൗണ്ടഡ് തിയറി. ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ് എക്സ്പെരിമെന്റൽ ഡിസൈനിൽ വരുന്നത്. ശ്രദ്ധിക്കുക, അനോവ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്. പ്ലാജിയാരിസം ചെക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഉർക്കുണ്ട്. ക്വാളിറ്റേറ്റീവ് റിസർച്ചുമായിട്ട് ബന്ധമുള്ളത് ഇവിടെ ഗ്രൗണ്ടഡ് തിയറി ആണ്. ഡിപ്പെൻഡന്റ് വേരിയബിൾ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈനിലാണ് എക്സ്പെരിമെന്റൽ വേരിയബിൾ അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് വേരിയബിൾ ഉണ്ടാവുക. അടുത്തത് സോഷ്യോളജിസ്റ്റ്. ദ സോഷ്യോളജിസ്റ്റ് ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് അനോമി. അനോമി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? അനോമി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് സോഷ്യോളജിസ്റ്റ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. അനോമി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എമിൽ ഡർക്കം. അനോമി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എമിലി ഡർക്കം. അനോമി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ്. ഫൗണ്ടേഷണൽ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് 2 എണ്ണം കിട്ടും. ഫൗണ്ടേഷണൽ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഈ ഏജ് പഠിച്ചു വെക്കണമെന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫൗണ്ടേഷണൽ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഏത് വയസ്സാണ്. പിന്നെ ഇത് രണ്ടുമായിട്ട് ഏതെങ്കിലും ആയിട്ടായിരിക്കും മാച്ച് ചെയ്യാൻ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ A3യും 4ഉം വരുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അങ്ങനെ 2 ഓപ്ഷൻസ്, A4 വരുന്ന 2 ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. A4 വരുന്ന 2 ഓപ്ഷൻസ് എയും ബിയും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്, ഫൗണ്ടേഷണൽ സ്റ്റേജ് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണ് ഫൗണ്ടേഷണൽ സ്റ്റേജ്? ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് 3 മുതൽ 8 വയസ്സ് വരെയാണ്. അപ്പോൾ A4 വരുന്നതാണ് കറക്റ്റ്. A4 വരുന്നതും 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ബി നോക്കാം. പ്രിപ്പറേറ്ററി സ്റ്റേജ് ഏതാണ്? 8 to 11 ഇയേഴ്സ് ആണ് പ്രിപ്പറേറ്ററി സ്റ്റേജ്. അടുത്ത ഓപ്ഷൻ 26 ഫോക്കസ് ഏരിയാസ് ഉള്ളത് KCF-ലാണോ NCF-ലാണോ നോക്കിയാൽ മതി. 26 ഫോക്കസ് ഏരിയാസ് ഉള്ളത് KCF-ലും 25 ഫോക്കസ് ഏരിയാസ് ഉള്ളത് NCF-ലുമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇവിടെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. KCF-ൽ എത്ര ഫോക്കസ് ഏരിയാസ് ഉണ്ട്? KCF-ൽ 26 ഫോക്കസ് ഏരിയാസും NCF-ൽ 25 ഫോക്കസ് ഏരിയാസും ആണ് ഉള്ളത്. ഇങ്ങനെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത ഉണ്ട്. ആൻഡ് 60th ക്വസ്റ്റ്യൻ, നാഷണൽ
policy, the first national policy, NPE, was promulgated by the government of India in NPE ഫസ്റ്റ് നാഷണൽ പോളിസി ഏത് വർഷമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1948, 1950, 1964, 1968. കറക്റ്റ് ആൻസർ 1968. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 61. കുക്കിംഗ് ടു സേവ് യുവർ ലൈഫ് ഇസ് എ cook book containing a collection of recipes authored by an Indian Nobel literate. എന്ന് പറഞ്ഞാൽ നൊബേൽ കിട്ടിയിട്ടുള്ള ഒരാൾ എഴുതിയ ഒരു കുക്കിംഗ് റെസിപ്പി. അത് കുക്കിംഗ് ടു സേവ് യുവർ ലൈഫ് ഇസ് എ കുക്ക് ബുക്ക് കണ്ടെയ്നിങ് എ കളക്ഷൻ ഓഫ് റെസിപ്പീസ്. ആരാണ് ഈ ബുക്ക് ഓർഡർ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഉണ്ട്: രവീന്ദ്രനാഥ് ടാഗോർ, അമർത്യ സെൻ, അഭിജിത് ബാനർജി, CV രാമൻ. ആരാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്? ഇറ്റ് വാസ് ഓർഡർഡ് ബൈ അഭിജിത് ബാനർജി. അടുത്ത ക്വസ്റ്റ്യൻ: ദ ഡേ ഡിക്ലയർഡ് ആസ് വേൾഡ് ഫുട്ബോൾ ഡേ ബൈ ദ യുണൈറ്റഡ് നേഷൻസ് റീസെന്റ്. യുണൈറ്റഡ് നേഷൻസ് റീസെന്റ് എന്ന് പറയുമ്പോൾ ഇത് 2024 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ആണിത്. ദ ഡേ ഡിക്ലയർഡ് ആസ് വേൾഡ് ഫുട്ബോൾ ഡേ ബൈ ദ യുണൈറ്റഡ് നേഷൻസ്. യുണൈറ്റഡ് നേഷൻസ് റീസെന്റ് ആയിട്ട് വേൾഡ് ഫുട്ബോൾ ഡേ, ഇതിപ്പോൾ നമുക്ക് GK ക്വസ്റ്റ്യൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. വേൾഡ് ഫുട്ബോൾ ഡേ ആയിട്ട് UN ഡിക്ലെയർ ചെയ്തത് ഏത് ദിവസമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് 25th മെയ് 25 ആണ് വേൾഡ് ഫുട്ബോൾ ഡേ ആയിട്ട് UN റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത്. അടുത്തതും ഒരു കറണ്ട് അഫയർ ആണ്. ദ ഫാർമർ ഫ്രം കേരള ഓണേർഡ് വിത്ത് പത്മശ്രീ 2024 ഫോർ പ്രിസർവിംഗ് ഓവർ 650 ട്രഡീഷണൽ റൈസ് വെറൈറ്റീസ്. ഇത് PSCക്കൊക്കെ കാണുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ടീച്ചിങ് എക്സാംസിനൊക്കെ സ്ഥിരമായിട്ട് ബോട്ടണി റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസിനൊക്കെ ചോദിക്കാറുണ്ട്. ദ ഫാർമർ ഓഫ് കേരള who was honored with പത്മശ്രീ 2024 പത്മശ്രീ കിട്ടി ഇദ്ദേഹത്തിന്. അത് ഏകദേശം 650ഓളം റൈസ് വെറൈറ്റീസിന്റെ പ്രിസർവേഷൻ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ആരാണ് ഈ ആള് എന്നാണ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും അറിയാവുന്ന ആളാണെന്നാണ് എൻ്റെ വിശ്വാസം. ഓപ്ഷൻസ് നോക്കാം: നാരായണൻ EP, ശ്രീനാരായണ ബലേരി, ചെറുവയൽ രാമൻ, SRD പ്രസാദ്. ആരാണ് ആള്? ആള് സത്യനാരായണ ബലേരിയാണ്. ഇവിടെ പല കുട്ടികൾക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സത്യനാരായണ ബല്ലേരിയും ചെറുവയൽ രാമനും തമ്മിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളിവിടെ വർഷം ശ്രദ്ധിക്കണം. പത്മശ്രീ 2024 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെറുവയൽ രാമന് കിട്ടിയത് 2023 ജാനുവരിയിലാണ്. ഇദ്ദേഹത്തിന് കിട്ടിയത് ഈ 650 ട്രഡീഷണൽ റൈസ് വെറൈറ്റീസിന്റെ ജീൻ പൂൾ സംരക്ഷിക്കുന്നതിനാണ് സത്യനാരായണ ബല്ലേരിക്ക് പത്മശ്രീ കിട്ടിയത്. അതേസമയം ചെറുവയൽ രാമൻ എന്ന് പറയുന്നത് ഇൻഡിജിനസ് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് റൈസിന്റെ എക്സോട്ടിക് ആയിട്ടുള്ള വെറൈറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ മാത്രമായിട്ടുള്ള കുറച്ച് റൈസ് വെറൈറ്റീസ് പ്രിസർവ് ചെയ്യുന്നതിന് 2023 പത്മശ്രീ കിട്ടിയ ആളാണ് ചെറുവയൽ രാമൻ. 2024 പത്മശ്രീ ചോദിക്കുമ്പോൾ സത്യനാരായണ ബലേരിയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് മിക്ക കുട്ടികളും തെറ്റിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. കാര്യം ചെറുവയൽ രാമൻ നമുക്ക് കുറച്ചും കൂടെ പോപ്പുലർ ആണ്. സത്യനാരായണ ബലേരി അങ്ങനെ കേട്ട് പരിചയമില്ലാത്ത പേരാണ്. പക്ഷെ 2024 സത്യനാരായണ ബലേരിയാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 64. Whoever intentionally or knowingly captures, publishes or transmits the image of the private area of a person without his consent, violating the privacy of the person, is punishable under the section dash of IT Act of India. ഇതും ഒരു ജനറൽ PSC ക്വസ്റ്റ്യൻ ആണ്. പ്രൈവസി വയലേഷൻ IT ആക്ടിന്റെ ഏത് ആർട്ടിക്കിൾ, ഏത് ആക്ടിൽ വരുന്നതാണ്, നമ്പർ എത്ര ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൈവസി വരുന്നത് 66E ആണ്. പ്രൈവസി വയലേഷൻ വരുന്നത് 66E ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ മാർച്ച് 2024, അതായത് റീസെന്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. എക്സാം ജൂലൈ 2024 നോട്ടിഫിക്കേഷൻ വന്ന എക്സാം ആണ്. അപ്പോൾ മാർച്ച് 2024 ചോദിച്ചിട്ടുണ്ട്. ഇൻ മാർച്ച് 2024 India successfully launched the 5,000 kilometer range nuclear missile with MIRV technology, which can deliver multiple warheads at different locations in a single launch. The name of the mission is, ഈ മിഷന്റെ പേര് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ദിവ്യാസ്ത്ര, പശുപാസ്ത്ര, നാഗാസ്ത്ര, വരുണാസ്ത്ര. ഇതിന്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ദിവ്യാസ്ത്ര ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: The proponent of continental drift theory, continental drift theoryയുടെ proponent ആരാണ്?
ആരാണ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയുടെ പ്രപ്പോണന്റ്? ഹെറോഡോട്ടസ് ആണോ, മാത്യു ഫ്ലിൻഡേഴ്സ് ആണോ, വെസ്പ്യൂസി ആണോ, ആൽഫ്രഡ് വാഗ്നർ ആണോ? ആരാണ് ഡ്രിഫ്റ്റ് തിയറി മുന്നോട്ട് വെച്ചത്? ആരാണ്? ആൽഫ്രഡ് വാഗ്നർ ആണ് ഡ്രിഫ്റ്റ് തിയറി പുട്ട് ഫോർത്ത് ചെയ്തത്. ഡ്രിഫ്റ്റ് തിയറി വാസ് പുട്ട് ഫോർത്ത് ബൈ ആൽഫ്രഡ് വാഗ്നർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിസീസസ് ഹാസ് ബീൻ നിക്നെയിംഡ് ആസ് ബ്ലൂ ഡെത്ത് എന്ന നിക്നെയിം ഉള്ള അസുഖം താഴെ പറയുന്നവയിൽ ഏതാണ്? എബോള, എയ്ഡ്സ്, പ്ലേഗ്, കോളറ. എബോള, എയ്ഡ്സ്, പ്ലേഗ്, കോളറ. കോളറയാണ് ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്നത്. കോളറ ഇസ് നോൺ ആസ് ബ്ലൂ ഡെത്ത്. നിക്നെയിം ഉള്ളത് കോളറയ്ക്കാണ്. The author of How to Avoid a Climate Disaster. How to Avoid a Climate Disaster. How to Avoid a Climate Disaster എന്ന ബുക്ക് എഴുതിയത് ആരാണ്? ഗ്രേറ്റ തുൻബർഗ് ആണോ, സുന്ദർലാൽ ബഹുഗുണ, ബിൽ ഗേറ്റ്സ്, പോപ്പ് ഫ്രാൻസിസ്? ആരാണ് ഹൗ ടു അവോയ്ഡ് എ ക്ലൈമറ്റ് ഡിസാസ്റ്റർ എന്ന ബുക്ക് എഴുതിയത്? കൃത്യമായി അറിയാത്ത ആൾക്കാർ തെറ്റ് വരുത്താനുള്ള, നമ്മൾ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ബുക്കല്ലേ, അപ്പൊ അങ്ങനെ ഒരാളായിരിക്കില്ലേ എന്നൊക്കെ ചിന്തിക്കും. ബുക്ക് എഴുതിയത് ബിൽ ഗേറ്റ്സ് ആണ്. ഹൗ ടു അവോയ്ഡ് എ ക്ലൈമറ്റ് ഡിസാസ്റ്റർ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ബിൽ ഗേറ്റ്സ് ആണ്. വീണ്ടും മാച്ച് ദ ഫോളോയിങ് എപ്പിക്സ് ഓഫ് ദ സംഗം പീരീഡ് വിത്ത് ദെയർ ഓതേഴ്സ്. സംഗം ലിറ്ററേച്ചർ ആണ്. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ 6ാം ക്ലാസ്സിലെ സ്റ്റേറ്റ് സിലബസിന്റെ ടെക്സ്റ്റിനകത്ത് സംഗം ലിറ്ററേച്ചർ അതിന്റെ ഓതേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. സിലപ്പതികാരം, മണിവേഗല, ജീവക് ചിന്താമണി, കുണ്ടലകേശി, ഇത്രയും ബുക്കുകളും അവരുടെ ഓതേഴ്സിനെയാണ് തന്നിട്ടുള്ളത്. നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെ മാച്ച് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ചിലപ്പതികാരം എഴുതിയത് ആരാണ് എന്ന് നോക്കിയാലോ. ചിലപ്പതികാരം ഇസ് റിട്ടൺ ബൈ, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്ക് ചിലപ്പതികാരമാണ്. ചിലപ്പതികാരം എഴുതിയത് ഇളങ്കോ അടികൾ ആണ്. ആൻഡ് അടുത്തത് മണിമേഖല എഴുതിയത് സാത്തനാർ ആണ്. ആൻഡ് ജീവക് ചിന്താമണി എഴുതിയത് തിരുത്താക തേവർ ആണ്. ജീവക ചിന്താമണി എഴുതിയത്. ആൻഡ് കുണ്ടലകേശി നാഗാകുത്തനാർ ആണ് കുണ്ടലകേശി എഴുതിയത്. അപ്പൊ ആൻസർ വരുന്നത് 69th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത 70, ക്വസ്റ്റ്യൻ നമ്പർ 70. ആൻറ്ററീസ് റീസെൻ്റ്ലി ദ ന്യൂസ് ഈസ് എ ഓർ ആൻ. ആൻറ്ററീസ് റീസെൻ്റ്ലി ദ ന്യൂസ് ഇസ് എ ഓർ ആൻ. അത് എന്താണ് ആൻറ്ററീസ്? നമ്മൾ ന്യൂസിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കണ്ട ആൻറ്ററീസ് എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ചോദ്യം. അത് എയർ ടൂൾ ആണോ, അതൊരു സബ്മറൈൻ ആണോ, സൈക്ലോൺ ആണോ, സ്റ്റാർ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇതൊരു സ്റ്റാർ ആണ്. ആൻറ്ററീസ് എന്ന് പറയുന്നത് റീസെൻ്റ്ലി ഡിസ്കവർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ IIT വിച്ച് വാസ് ഗ്രാൻഡഡ് എ പേറ്റന്റ് ഫോർ ഇറ്റ്സ് കോസ്റ്റ് എഫക്റ്റീവ് ഇൻവെന്റേഴ്സ്. അതായത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻവെന്റേഴ്സ് കണ്ടുപിടിച്ചതിന് പേറ്റന്റ് ഗ്രാൻഡ് ചെയ്ത IIT ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. IIT പാറ്റ്നയാണോ, IIT മുംബൈ, IIT ചെന്നൈ ആൻഡ് IIT പാലക്കാട്? ആൻസർ IIT പാറ്റ്നയാണ്. IIT പാറ്റ്ന വാസ് ഗ്രാൻഡഡ് എ പേറ്റന്റ് ഫോർ ഇറ്റ്സ് കോസ്റ്റ് ഇഫക്റ്റീവ് ഇൻവെന്റേഴ്സ്. ഇതൊക്കെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പറ്റുന്നത്രയും മാക്സിമം കറണ്ട് അഫയേഴ്സ് ഒക്കെ കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. പക്ഷേ നേരത്തെ പറഞ്ഞ ബിൽ ഗേറ്റ്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഗസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോവും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ആർട്ട് ഫോംസ് ഫ്രം കേരള വിച്ച് ഹാവ് found a place in UNESCO list intangible cultural heritage. കൾച്ചറൽ ഹെറിറ്റേജിൽ കേരളത്തിൽ നിന്ന് ഇടം നേടിയ ഡാൻസ് ഐറ്റംസ് ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. കഥകളി ഉണ്ട്, ഭരതനാട്യം, കൂടിയാട്ടം, മുടിയേറ്റ്. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് കൂടിയാട്ടവും മുടിയേറ്റും ആണ്. 72ന്റെ ആൻസർ സി ആണ്, ഓപ്ഷൻ 3 and 4. അതായത് കൂടിയാട്ടവും മുടിയേറ്റുമാണ് കേരളത്തിൽ നിന്ന് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജിന്റെ ഭാഗമായിട്ട് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഡാൻസ് ഫോംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആസ്ട്രോനട്ട് ഹു ഹാസ് സ്പെൻഡ് ദ മാക്സിമം ടൈം ഇൻ സ്പേസ്. സ്പേസിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ള ബഹിരാകാശ സഞ്ചാരി ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതും നമുക്ക് തെറ്റും. സ്കോട്ട് കെലി, സുനിത വില്യംസ്, ഒളങ്ക് കോണൻകോ ആൻഡ് ഗ്രാൻഡി പദൽക്ക, ഇത്രയും ആൾക്കാരുടെ പേരുകളാണ് തന്നിട്ടുള്ളത്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഒലങ്ക് കൊണൻകോ ആണ് ഏറ്റവും കൂടുതൽ സമയം സ്പേസിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള ആസ്ട്രോനട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ ഇൻഡയറക്റ്റ് ടാക്സസ് ഫ്രം ദ ഗിവൺ ലിസ്റ്റ് ഓഫ് ടാക്സസ്. താഴെ തന്നിരിക്കുന്നതിൽ നമ്മൾ പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതിയൊക്കെ നമ്മൾ PSCയിൽ പഠിക്കാറുണ്ട്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇതിനകത്ത് ഇൻഡയറക്റ്റ് ടാക്സിന്റെ കാറ്റഗറിയിൽ വരുന്നത്
ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്, സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ട്, എന്റർടൈൻമെന്റ് ടാക്സ് ഉണ്ട്, സർവീസ് ടാക്സ് ഉണ്ട്. ഇതിനകത്ത് ഏതൊക്കെയാണ് ഇൻഡയറക്റ്റ് ടാക്സിൽ വരുന്നത്? നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഈ 4 ടാക്സസും കസ്റ്റംസ് ഡ്യൂട്ടി, സ്റ്റാമ്പ് ഡ്യൂട്ടി, എന്റർടൈൻമെന്റ് ടാക്സ്, സർവീസ് ടാക്സ്, ഇതെല്ലാം നമ്മൾ എന്തായിട്ടാണ്? ഇൻഡയറക്റ്റ് ടാക്സ് ആയിട്ടാണ് പേ ചെയ്യുന്നത്. അപ്പൊ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 and 4 എല്ലാം എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മെഗാ എയർ എക്സർസൈസ് ഇൻ ഇന്ത്യൻ എയർഫോഴ്സ് വിൽ host in August 2024 expected to be together 12 global air forces. അതായത് ആ എയർഫോഴ്സ് വിങ്ങിന്റെ ആ ഒരു പ്രോഗ്രാമിന്റെ എക്സസൈസിന്റെ പേരെന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. തരംഗ് ശക്തി, ഗഗൻ ശക്തി, വായു ശക്തി, ഇന്ദ്രധനുഷ്. പ്രോജക്റ്റിന്റെ പേര് വന്നിട്ട് തരംഗ് ശക്തി എന്നാണ്. ദ മെഗാ എയർ എക്സർസൈസ് ഇൻ ദ ഇന്ത്യൻ എയർഫോഴ്സ് വിൽ host in August 2024 expected to be being together 12 global air forces. തരംഗ് ശക്തി എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. 76th question, identify the correct statements about the group of nations. താഴെ തന്നിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് നേഷൻസിൽ നിന്നും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. യൂറോപ്യൻ യൂണിയൻ ആൻഡ് ആഫ്രിക്കൻ യൂണിയൻ ആർ ദ members of G20. Euro is the common currency of all members of European Union. The headquarters of the League of Arab States is Cairo. Non-aligned movement is the largest group of states worldwide after the United Nations. കറക്റ്റ് ആൻസർ വന്നിട്ട് 1, 3 and 4 ഓൺലി. ഇവിടെ യൂറോ എന്ന് പറയുന്നത് എല്ലായിടത്തും ഉള്ള കറൻസി അല്ല, ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത 77th ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഫിനാൻസ് കമ്മീഷൻസ് ഓഫ് ഇന്ത്യ. കമ്മീഷൻസ് ഒക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻസ്, പിന്നെ ഇലക്ഷൻ കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ, പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കമ്മീഷൻസ് ഉണ്ടല്ലോ, അതും പഠിച്ചു വെക്കണം. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. GK പാർട്ടിൽ ഇങ്ങനെയുള്ള ഇലക്ഷൻ കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ എന്നൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഫിനാൻസ് കമ്മീഷൻ ഇൻ ഇന്ത്യ. Finance Commission are constituted periodically under Article 280 of the Constitution. The Finance Commission consists of chairman and 7 other members. The first Finance Commission is the 15th in the series. Aravind Panagiria is the chairman of the present Finance Commission. Present എന്ന് പറയുമ്പോൾ 2024 ക്വസ്റ്റ്യൻ ആണ്. മാറിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നിങ്ങൾ എപ്പോഴാണോ എക്സാം എഴുതുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് റീസെന്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് അതെല്ലാം നോക്കി വെച്ചിട്ട് വേണം പോവാനായിട്ട്. ഇവിടെ ആൻസർ വന്നിട്ട് 1 and 4 ആണ് കറക്റ്റ് ആയിട്ട്. അരവിന്ദ് പെനഗരിയാണ്. അന്ന് അരവിന്ദ് പെനഗരി ആയിരുന്നു ചെയർമാൻ, ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ. ഫിനാൻസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് പീരിയോഡിക്കലി അണ്ടർ ആർട്ടിക്കിൾ 280, അതും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. ഇവിടെ ഉണ്ടായിരുന്ന മിസ്റ്റേക്സും കൂടി നമുക്ക് നോക്കാം. ദ ഫിനാൻസ് കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് ദ ചെയർമാൻ ആൻഡ് 7 അതർ മെമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെയർമാൻ ഉൾപ്പെടെ 5 പേരാണുള്ളത്. അതായത് ചെയർമാൻ ആൻഡ് 4 അതർ മെമ്പേഴ്സ് എന്നാണ് വരുന്നത്. 2024 വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴെന്താണ്? ദ പ്രസന്റ് ഫിനാൻസ് കമ്മീഷൻ ഇസ് ദ 15th അല്ല, 16th ആണ്. ഇപ്പോഴും അരവിന്ദ് പെനഗരിയെ തന്നെയാണ് ചെയർമാൻ എന്ന് പറയുന്നത്. ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് അരവിന്ദ് പെനഗരിയെ തന്നെയാണ്. അപ്പോൾ 1 and 4 ആണ് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തത് ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. 221 എന്ന് ഈസ് ഈക്വൽ ടു 215, 321 ഈസ് ഈക്വൽ ടു 315, 421 ഈസ് ഈക്വൽ ടു 413 ആൻഡ് 521 ഈസ് ഈക്വൽ ടു എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ആൻസർ കിട്ടാവുന്നുള്ളൂ. ഇവിടെ ആൻസർ 511 ആണ് ആൻസർ വരുന്നത്. അടുത്ത നമുക്ക് 79th ക്വസ്റ്റ്യനിലേക്ക് പോവാം. അനിൽ ഗോട്ട് ഇറ്റ് ഇൻ ദ നെക്ക് ഫോർ ബീങ് ലേറ്റ്. ദ മീനിങ് ഓഫ് ദ സെന്റൻസ്. ഇവിടെ ഒരു ഫ്രേസൽ വെർബ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു യൂസേജിന്റെ മീനിങ് മനസ്സിലാക്കാനാണ്. അനിൽ ഗോട്ട് ഇറ്റ് ഇൻ ദ നെക്ക് ഫോർ ബീങ് ലേറ്റ്. ലേറ്റ് ആയതിന് അനിൽ വാസ് ഗോട്ട് ഇറ്റ് ഇൻ ദ നെക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആ ഫ്രേസിന്റെ അല്ലെങ്കിൽ ആ ഒരു യൂസേജിന്റെ, ആ സെന്റൻസിന്റെ കറക്റ്റ് മീനിങ് എന്താണ്? അനിൽ വാസ് സിവിയർലി പണിഷ്ഡ് ഫോർ ബീങ് ലേറ്റ് എന്നുള്ളതാണോ? അത് അനിൽ വാസ് സാക്ഡ് ഫ്രം ദ ജോബ് ഫോർ, ജോലിയിൽ നിന്ന് പുറത്താക്കിയതാണോ? അനിൽ വാസ് ഗിവൺ എ മൈൽഡ് വാർണിംഗ് നോട്ട് ടു ബി ഏബിൾ ലേറ്റ്, പിന്നീട് ഫ്യൂച്ചറിൽ ലേറ്റ് ആവാതിരിക്കാൻ വേണ്ടി ഒരു വാർണിംഗ് കൊടുത്തതേ ഉള്ളൂ? അതോ അനിൽ വാസ് അപ്രീഷിയേറ്റഡ് ഫോർ നോട്ട് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ അഗ്ലി ഇൻസിഡൻസ് ബീങ് ലേറ്റ്, അത് ലേറ്റ് ആയിട്ട് വന്നതുകൊണ്ട് അഗ്ലി ഇവന്റ്സിലൊന്നും പങ്കെടുക്കേണ്ടി വന്നില്ലല്ലോ എന്നുള്ള അർത്ഥത്തിലാണോ? അനിൽ ഗോട്ട് ഇറ്റ് ഇൻ ദ നെക്ക്. ഗോട്ട് ഇറ്റ് ഇൻ ദ നെക്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാസ് പണിഷ്ഡ് സിവിയർലി എന്നുള്ളതാണ്.
അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അനിൽ വാസ് സിവിയർലി പണിഷ്ഡ് ഫോർ ബീയിങ് ലേറ്റ്. സിവിയർലി പണിഷ്ഡ് ഫോർ ബീയിങ് ലേറ്റ്. നമ്മൾ ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്പർ 80. ചൂസ് ദ ഓപ്ഷൻ വിച്ച് ഇസ് ക്ലോസസ്റ്റ് ഇൻ മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് ഇഡിയം ഇൻ ദ ഗിവൺ സെന്റൻസ്. ഇഡിയത്തിന്റെ കറക്റ്റ് മീനിങ് കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. ഹി ഹാസ് ദ ഹാബിറ്റ് ഓഫ് ടേക്കിംഗ് ദ ബുൾ ബൈ ദ ഹോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടേക്കിംഗ് ദ ബുൾ ബൈ ദ ഹോൺസ് എന്ന് പറയുന്ന ഫ്രേസിന്റെ മീനിങ്, ഇഡിയത്തിന്റെ മീനിങ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ഡൂയിങ് സംതിങ് ഡിസിസീവ്ലി ഓർ ബ്രേവ്ലി. ധൈര്യപൂർവ്വം ഒരു കാര്യത്തെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ടേക്കിംഗ് ദ ബുൾ ബൈ ദ ഹോൺസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ 40 ക്വസ്റ്റ്യൻസ് പാർട്ട് എയിൽ ഡിസ്കസ് ചെയ്തു. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 2 നമ്മൾ അടുത്ത 40 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 40 ക്വസ്റ്റ്യൻസ് നമ്മൾ പാർട്ട് 3 ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി പറഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക, ലൈക്ക് ചെയ്യുക. യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റ് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഞാൻ ഇടുന്ന വീഡിയോസ് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.